സിനിമയുടെ പേരുള്ള പൂവ്. നിങ്ങൾ ഇടയ്ക്ക് എന്നോട് പറയും നമുക്ക് പാസ് വീട് പണിയുമ്പോൾ ഞാൻ വെച്ച് തരാം. ബോഗൈ ഏതാ? നിറയെ ബോഗൻവില്ല ഉണ്ട്. ബോഗൈല്ല. നിങ്ങൾ ഈ ശുശ്രൂഷ വല്ലതും ചെയ്യുന്നയാളാണോ? ചെയ്തിരുന്നു. പാസ്റ്റായിരുന്നോ? ഇപ്പോഴും? അയ്യോ സോറി, ഫ്രണ്ടിലോട്ട് ഞാൻ അറിഞ്ഞില്ല, സോറി. അയ്യോ എൻ്റെ മാമയെ അയ്യോ ഞാൻ കണ്ടൊരു വലിയ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നത്. നാളെ മുതലുള്ള 3 ദിവസം എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തിനായിരിക്കുന്നെന്ന് ചോദിച്ചാൽ ഫ്ലൈറ്റ് നമ്പർ പറയണം, ബസ് നമ്പർ പറയണം, കിലോമീറ്റർ സൈസ് പറയണം, തലയിലെ തലമുടി പോലും പറയുന്ന രീതി ആ ഷാർപ്പാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്രയോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടാണെന്നറിയാമോ ഇതിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുന്നത്? ചില്ലറ മണിക്കൂറുകളല്ല, മണിക്കൂർ. അപ്പം ഇത് നോക്കി, ഇതുവഴി എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല. ദൈവ ശബ്ദം എപ്പോഴും ഓർത്തോണം. ദൈവ ശബ്ദം വില കൊടുക്കേണ്ട ശബ്ദം. കാര്യം ഏറ്റവും വിലയേറിയതാണ്, പക്ഷെ അത്രയും വിലയും കൊടുക്കണം. കൃപാവരം എന്ന് പറയുന്നത് ഉപേക്ഷയായിട്ട് വിചാരിക്കാനുള്ളതല്ല. കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. കൃപാവരമെന്ന് പറയുന്ന കൃപാവര ശുശ്രൂഷ എന്ന് പറയുന്നത് മണിക്കൂറുകൾ ദൈവവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നൊരു ഏർപ്പാടാണ്. ചുമ്മാതെ പോവല്ല റോബിൻ ബ്രദറെ, ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നൊരു ഏർപ്പാടാണ്. നമ്മുടെ ടച്ച് ഇതിൽ നിന്ന് വിട്ടുപോകാൻ ഒരു തരത്തിലും പറ്റത്തില്ല. ടച്ച് നമ്മുടെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വരുത്തില്ല. ഇതൊരു ഞാണിന്മേൽ കളിയാണ്, ഒരു നൂലിൻ്റെ അകത്തെ ഇടപാടാണ്. ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളെ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മളെ അനുകൂലിക്കുന്നുണ്ട്, അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. വളരെ സമയത്തെ ദീർഘനേരം എന്നൊന്നും പറയാൻ പറ്റുമോ? ഒന്നുകിൽ ദീർഘനേരം എന്ന് പറയാൻ പറ്റുമോ? ദീർഘനേരം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എത്ര നേരം ഉണർന്നിരിക്കുന്ന സമയവും ഉറങ്ങിക്കിടക്കുന്ന സമയം, ഇതെല്ലാം ഈ ഒരു സംഭവത്തിൻ്റെ. ഇന്ന് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഇന്ന് വാതുക്കം നിന്ന് ഞാൻ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വരുന്നു, വീണ്ടും അങ്ങോട്ട്. എൻ്റെ അകത്തൊരു മനസമാധാനമില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവേ ഇന്നൊരു പ്രൊഫറ്റിക് വേർഡ് എങ്ങനെയും കിട്ടണം ഇതിൻ്റെ അകത്ത്. ആരോടേലും എനിക്കൊന്ന് പ്രവചിക്കണം. ദൈവമേ, നിന്റെ ശബ്ദം അറിയിക്കാൻ തക്കവണ്ണം ഇവിടെ ആരുമില്ലേ? അത് നമ്മുടെ ഇപ്പം എല്ലാം പുതിയ ആൾക്കാരും വന്നില്ല, എല്ലാം പഴയ ആൾക്കാരാണ് ഉള്ളത്. പക്ഷെ പുതിയ ആൾക്കാർ കർണാടകയിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്. പക്ഷേ അവരോട് കർത്താവ് എന്താണ് പറയേണ്ടത് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അങ്ങാകെ മാനസികമായിട്ട് വിഷമിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് നീ പൗലോസിനെ അല്ലേ എടുക്കാൻ പോകുന്ന? പൗലോസിന്. ഞാൻ പറഞ്ഞു, പൗലോസ് എന്ന് എൻ്റെ അകത്ത് ചെവിയിലേക്ക് ഇങ്ങനെ മുഴങ്ങി വരുമ്പോഴെല്ലാം ഞാൻ പൗലോസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എവിടെയാ? ഇന്നടുത്ത് ആ മീറ്റിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അവരിവിടെ വരുന്നു. അവിടെ വന്ന് വെളിയിലോട്ട് ഇറങ്ങിയ പാടെ കർത്താവ് എന്നോട് പറഞ്ഞു, ഇതാണ് പൗലോസ്. ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. വണ്ടി വന്ന് ചവിട്ടിയപ്പോൾ, അച്ഛാ ഒന്ന് എഴുന്നേക്കാവോ, മാമ ഒന്ന് എഴുന്നേക്കാവോ. വണ്ടി വന്ന് ചവിട്ടിയ പാടെ എന്നോട് കർത്താവ് പറഞ്ഞു, ഇതാണ് പൗലോസ്. ഞാൻ പറഞ്ഞു, എങ്ങനെ? ഇതാണ് പൗലോസ് ഇങ്ങനെ എന്ന് ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് പോളായി മാറി. പേരെന്തുവാ അച്ഛാ? പോൾ ഓസ്റ്റിൻ എന്നാണ് പേര്. അത് തീർന്നില്ല. ഇനി ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു, കണ്ടുപിടിച്ചെന്ന് കൂട്ടിക്കോ. അമ്മാമ്മയുടെ പേര് തൊട്ടിപ്പുറത്ത് ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഷീല ആരാണ്? അന്ന് അമ്മ പേര് ഷീല എന്നാണ് പേര്. ഞാൻ നിങ്ങളോട് ആരോടും ഇത് ചോദിച്ചോ? ഇത് തപ്പിയെടുക്കാൻ എൻ്റെ മുന്നിൽ ഒരു മാർഗവും, എന്നെ ഇതിനു മുന്നേ എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാ? ഉണ്ടോ അമ്മാമേ? വിളിച്ചിട്ടില്ലല്ലോ. എന്നെ ഇതിനും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ? യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എന്നെ നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ട് ഞാനത് പറയുമ്പോ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച.
ഞാൻ ഈ കൃപാപരം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്കൊരു അനോയിന്റിങ് ഉണ്ട്. അമ്മാമേ, നിങ്ങളുടെ മേൽ അതുണ്ട്. ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ ഫേവർ നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ഡിവൈൻ ഫേവർ, പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഒരു ഡിവൈൻ ഫേവർ കിടപ്പുണ്ട്. ആ ഡിവൈൻ ഫേവർ കിടക്കുന്നതിൻ്റെ തെളിവാണ് ഇന്ന് ജീവനോടെ ഇവിടെ നിൽക്കുന്നത്. ശരിയാണോ മാമ? കറക്റ്റാണോ? കറക്റ്റാണ്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ നാളുകൾക്ക് മുന്നേ, ഇന്നേക്കൊരു 5 വർഷങ്ങൾക്ക് മുമ്പേ എല്ലാം ക്ലിയർ ആയതിന്. ഈ കൊറോണ കാലം തികയ്ക്കത്തില്ലായിരുന്നു, പിശാച് തികപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ദൈവം നിർത്തിയതാ, നിലനിർത്തിയതാ. കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ചില വിഷയങ്ങളാൽ ഭാരപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ വന്നതിൻ്റെ മേലെല്ലാം ഇന്ന് കർത്താവ് ഒരു മറുപടിയെ തരും. നമ്മുടെ വീട്ടിൽ നല്ല മെഡിക്കൽ പഠിക്കുന്നല്ലോ ഉണ്ടോ? മെഡിക്കൽ ആരാ? മോൻ നേഴ്സാണ്. ഓക്കെ, ഡൺ. അശ്വിൻ അല്ലേ? ആഷിക് ഓസ്റ്റിൻ. മകൾ അഷീന ഓസ്റ്റിൻ. എനിക്കാണോ അപ്പൊ തിരിഞ്ഞു പോയത്? ഞാൻ വീണ്ടും ആശയെന്നൊക്കെ കണ്ടു. മകളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഒരു പേപ്പർ സൈനായി വരുന്നു. PR അതുപോലെ എന്തോ ഒരു പേപ്പർ, ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേപ്പറാണ്. അത് സൈൻ ചെയ്തു വരുന്നത് കർത്താവിനോട് പറയുന്നു. 1, 2, ദൈവം അവർക്ക് ഒരു വീടിനെ കൊടുക്കാൻ പോവാന്ന് പറയുന്നു. പുതിയൊരു ഭവനത്തെ ദൈവം അവക്ക് അവിടെ എനിക്ക് കാനഡയിലൊന്നും ഞാൻ എനിക്ക് F എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു സ്ഥലം, എവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് ഈ ടൊറോണ്ടോ ഡിസ്ട്രിക്റ്റ് അല്ലെ, എനിക്ക് അതിനെക്കുറിച്ച് പറയാറില്ലേ. ഈ F എന്നോ FO എന്നൊക്കെ തുടങ്ങും. ഓഫില്ല. ഓക്കെ, ഇതൊന്ന് ഇതും ഓഫില്ല. എന്നെ അങ്ങനെ കർത്താവ് കാണിച്ചു. ഓഫില്ല. അവിടെ ദൈവം അവളെ മാനിക്കുമെന്ന് കർത്താവ് പറയുന്നു. അവിടെ ദൈവത്തിൻ്റെ ഒരു കരം ചലിക്കും. മകൻ പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഓക്കെ, കോഴിക്കോട്. ഈ ടൗണുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ ടൗണിന്റെ സെന്ററിലാണ് താമസിക്കുന്നത്. ടൗണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. കോഴിക്കോട് നോബൽ പി തോമസ് പാസ്റ്ററുണ്ട്. ഞാനിപ്പോൾ ദൂത് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. എൻ്റെ ക്ലോസ് ഫ്രണ്ട്. എന്നെ ഇത്രയും വിവാദത്തിൻ്റെ അകത്തൂടെയും എന്നെ വളരെയധികം ഒത്തിരി പാസ്റ്റർമാരെന്നെ വിളിച്ചു. അതിലെന്നെ ശക്തമായി വിളിച്ചു, ബ്രദറെ ധൈര്യത്തോടെ മുന്നോട്ട് പോകും, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്തൊരു പാസ്റ്ററാണ് പാസ്റ്റർ നോബൽ പി തോമസ്. എന്തോ എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുന്ന അതൊരു ഭയങ്കര കൃപയാച്ച. തളർത്താൻ ആർക്കും കഴിയും, പക്ഷെ വളർത്തുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. എന്നെ വളരെ എൻകറേജ് ചെയ്തൊരു മനുഷ്യനാണ്. ഞാനതോടെ നോബൽ പി തോമസ് പാസ്റ്റർ ഓർമ്മ വന്നു. അച്ഛാ, ഞാൻ ഈ കോഴിക്കോട് ഇതുവരെ ഞാൻ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? ഓർമ്മയില്ല. പോയിട്ടുണ്ടോ? സ്ഥലം അറിയാവോ? ഇല്ല, നോക്കണ്ട. ടിറ്റി പാർക്കൊക്കെ അറിയാവോ? സ്ഥലത്തിൻ്റെ ഏകദേശ ഭാവമൊക്കെ അറിയാവോ? എനിക്കൊരു പിടിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. നോബൽ പി പാസ്റ്റർ. ഞാൻ മാമ നിങ്ങളുടെ ഈ ടൗൺ എന്നൊക്കെ പറയുന്ന ടൗണിനാന്ന് പറഞ്ഞ വലിയൊരു റൗണ്ട് ബോട്ടൊക്കെ ഉള്ള ഒരു ഏരിയ കവർ ചെയ്ത് പോകുന്നതൊക്കെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതെ, ശരിയാണോ?
റൗണ്ട് ബോട്ടുള്ള ഏറിയ കവർ ചെയ്ത് പോയി എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു സ്ഥലം. ഞാൻ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കോഴിക്കോടാന്ന് പറഞ്ഞെങ്കിൽ ഒരു തരം ഈ കെട്ട് പോലൊരു എന്തോ കെട്ട് പോലൊരു സ്ഥലം കുറച്ചൊരു ഉള്ളോട്ടേക്കാണ്. ആ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയാ? ഞാൻ മാടികക്കണ്ടി പറഞ്ഞു. ഞാൻ കാണുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കോണം. എനിക്ക് വീട് അറിയത്തില്ല, കാര്യങ്ങളും അറിയത്തില്ല. ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് പറയുന്നത്. യാഥാർത്ഥ്യമാണെങ്കിൽ യാഥാർത്ഥ്യം, ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയാം. കള്ളത്തരമാണെങ്കിൽ പാസ്റ്റർ പറഞ്ഞ് ശരിയല്ലെന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്കണം. അതിൻ്റെ അകത്ത് ഇനി ആരും നോക്കണ്ട. എന്നുവെച്ചാൽ ഒരു കയറ്റം കയറി വരുന്ന സ്ഥലമാണോ? മെയിൻ റോഡ് ഇങ്ങനെ പതിയൊരു ചെറിയൊരു കയറ്റം, ചെറിയൊരു കയറ്റം. അത് അല്ലാതെ വലിയ കയറ്റം അല്ല, ചെറിയൊരു കയറ്റം കയറി വരുന്ന സ്ഥലമാണ്. അതിൻ്റെ അകത്തുനിന്ന് ഈ വലിയ മതിലുള്ള വലതുവശത്ത് ഒരു വലിയ മതിലുള്ള റോഡിന്റെ വലതുവശത്ത് ഒരു വലിയ മതിലുള്ള ഒരു സ്ഥലമുണ്ട്. വലിയ മതിലുള്ള ഒരു സ്ഥലം കാണിക്കുന്നു. ഏകദേശം ഒരു പരസ്യമൊക്കെ അതിൽ എന്താ പറയുന്ന ഒരു എന്തോ കളറാണ് അതിനൊരു പ്രത്യേക കളറാണ് അതിന്. ആ മതിലിന് അടിച്ചിരിക്കുന്ന പെയിന്റിന്റെ കളർ ഒരു ചുമപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കാവിന്നും പറയാൻ പറ്റത്തില്ല. ഏതാമോ തന്നെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഈ വലിയ മതിൽ അത് തന്നെ അടുത്ത ഭാഗത്ത് വലതുവശത്തൊരു വലിയ മതിലുണ്ട്. ആ മതിലിന്റെ അതുവഴി കിടക്കുന്ന വഴി കൂടാണോ നിങ്ങളുടെ വീട്ടിൽ പോകേണ്ടത്? കുറച്ചുകൂടെ മുന്നോട്ട് പോയി, കാരണം ആ മതിലിനോട് ചേർന്നൊരു വഴി തന്നെ കർത്താവ് കാണിക്കുന്നുണ്ട്. മതിലിനോട് ചേർന്നൊരു വഴി കാണിക്കുന്നുണ്ട്. എനിക്ക് ആ മതിലെ കളറാണ് ഒരു റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കടും റെഡ് അല്ല, വേറെ ഒരു വൈറ്റും അല്ല, ഒരു വല്ലാത്തൊരു കളറാണ് അത്. പറയാൻ എനിക്ക് പറ്റുന്നില്ല. അത് ഓക്കെ ഡൺ. ഇവിടെ അങ്ങ് കാണിക്കാൻ തക്കവണ്ണമുള്ള ഒന്നും എനിക്കിനത് കാണുന്നുമില്ല. ഓക്കെ, ഇത്രയും പേര് വന്നിട്ട് അങ്ങനെ ഒരു കളർ കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളെന്ത് വയലറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു പ്രത്യേക കളറാണ് അത് അടിച്ചിരിക്കുന്നത്. ഓക്കെ, പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആ വഴിയല്ലല്ലോ പോകേണ്ടത്. അതുവഴി ഒരു ആ മതിലിനോട് ചേർന്നൊരു വഴി കാണിക്കുന്നുണ്ട്. അതൊരു വഴിയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വഴിയാണോ? തൊട്ടല്ല, കുറച്ചുകൂടി മുന്നോട്ട് 4 വഴിയുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഈ മതിലിനോട് ചേർന്നുള്ള വഴി പോയി ഒരു ജംഗ്ഷൻ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലം, ചെറിയൊരു ജംഗ്ഷൻ പോലെ ഒരു ട്രാൻസ്ഫോമർ ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നെ ഉണ്ട്, കറക്റ്റാണ്, ഒരു ട്രാൻസ്ഫോമർ കാണിക്കുന്നുണ്ട്. അതുവഴി വലത്തോട്ട് കിടക്കുന്ന റോഡാണോ നമ്മൾ പോകേണ്ടത്? വലത്തോട്ടും ഇടത്തോട്ടും. ഞങ്ങൾ ഇടത്തോട്ട്. നിങ്ങൾ ഇടത്തോട്ടാ പോകേണ്ടത്. വലത്തോട്ട് റോഡ് കിടപ്പുണ്ട്. ഇടത്തോട്ട് കിടക്കുന്ന വലിയ വീതിയില്ലാത്ത ഒരു വീതിയില്ല, ആ റോഡാണോ പോകേണ്ടത്? ആ റോഡിന്റെ തൊട്ടടുത്ത് തന്നെ. ആ റോഡിലേക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആ റോഡ് ശരിക്കും ചെറിയൊരു റോഡ് വേറൊരു ഇതിലേക്ക് പോകുന്ന റോഡ്. അതിനോട് ചേർന്നിരിക്കുന്ന മൂലക്കിരിക്കുന്ന വീടാണോ? ആ റോഡിനോട് ചേർന്നിരിക്കുന്ന ആ വീടാണോ നിങ്ങളുടെ വീട്? അതിന്റെ പിന്നിലിരിക്കുന്ന ആ വീട്, അതായത് ഈ മതിലയിലൊക്കെ പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത്. ഞങ്ങളെ വീട്ടിലും പൂക്കൾ. സിനിമയുടെ പേരുള്ള പൂവ്. നിങ്ങൾ ഇടയ്ക്ക് എന്നോട് പറയും, നമുക്ക് പാസ് വീട് പണിയുമ്പോൾ ഞാൻ വെച്ച് തരാം. ഏതാ? നിറയെ ബോഗൻവില്ല ഉണ്ട്. ബോഗൻവില്ല. ഓ, എന്താ എന്നെ പറഞ്ഞ വെറുതെ? ഇദ്ദേഹം എന്നോട് വീട് പണിയുമ്പം എന്താ ബോഗൻവില്ല, കടലാസ് ചെടി. മുള്ളുണ്ടോ ഇതില്? മുള്ളുണ്ട്. മുള്ളുണ്ട്. മുള്ളു നിൽക്കുന്നത്. ഇതെന്തോ 2-3 റോസ് കളറും റോസ് തെച്ചി. ഈ ഭാഗത്ത് തെച്ചിണ്ട്, ഈ ഭാഗത്തൊക്കെ റോസ് കളറൊക്കെ കാണിക്കുന്ന കർത്താവ് തന്നെ. തെച്ചിയാ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ ബോഗൻവില്ല. അതിൽ മുഴുവൻ ബോഗൻവില്ല. ഇത് മുഴുവൻ ബോഗൻവില്ല. ഓക്കെ ഡൺ. ഈ 2 നില വീട് വലുത്
നമ്മുടെ വീടാ. ആ. ഓ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു. കിടക്കുന്ന കാറ് കാറ് അത് അവരെ കാറാ, ഞങ്ങളെ കാറ് വീട്ടിൽ കയറൂല. കയറുന്നില്ല. അതിൻ്റെ അകത്തൊരു കാറ് കിടപ്പുണ്ട്. ഇപ്പുറത്തെ വീട്ടിലാണ്. ഇപ്പുറത്തെ വീട്ടിലെ കാറാ. നിങ്ങളുടെ കാറ് വീട്ടിൽ കയറുന്നില്ല. അതറിഞ്ഞാ മതി. അപ്പൊ ഇത് കള്ളത്തരം അല്ലെന്നറിയാമല്ലോ. ഞാൻ പറഞ്ഞ വല്ല കള്ളത്തരമുണ്ടോ? ഇല്ല. കാരണം ഒരു കാർ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പക്ഷെ നിങ്ങളുടെ കാറുണ്ട് ഇതിൻ്റെ അകത്ത് ഇല്ല, കയറതുമില്ല. നിങ്ങളുടെ വലിയ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വല്ലോ ആണോ നിങ്ങളുടെ? അല്ലല്ലോ. പച്ച ബോർഡ് വരുന്നൊക്കെ വണ്ടിയല്ലോ അല്ലല്ലോ. അതല്ലല്ലോ നിങ്ങളുടെ. ഓക്കെ, ഈ ഇതിൻ്റെ അകത്തൊരു വണ്ടി ഇത്. അപ്പൊ ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയത്? ആ തൊട്ടടുത്ത വീട്, ആ വീടിന് വഴി കുറച്ച് വീതിയുണ്ട്. ഓ, ആ ബാക്ക് സൈഡിൽ കൂടെ കാണുന്ന അതാണോ, അതോ ആ സൈഡിൽ കൂടെ കാണുന്ന വഴിയാണോ? ആദ്യം കയറി വരുന്നത് അവരെ വീടാ. ഓ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്, രണ്ടാമത്തെ വീട്. രണ്ടാമത്തെ വീടാണ് നിങ്ങളുടെ വീട്. അതായത് ഈ കയറി വരുന്ന ഫസ്റ്റ് കാണുന്ന വീടല്ല. ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന വീടാന്ന് കരുതിയായിരിക്കുന്നത്. 3 വീടുണ്ട്. മൂന്ന് ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന 3 വീട്. ഒരുപോലെ ഒരു 2 വീട് ഏകദേശം ഒരുപോലെ ഇരിക്കുക. ഒന്ന് പക്ഷേ മറ്റേതാ, ടെറസല്ല. അത് ടെറസല്ല, ഇത് സാധാ വീടാ. അത് കാണുന്ന അതാരുടെ വീടാ? അത് ഞങ്ങളെ നെയ്ബറാണ്. തറവാടാ. അതാണോ തറവാട്? ഇത്ര ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. പണ്ടത്തെ വീടാ അത്. ചെറുങ്ങനെ ഓരോ ഇതിൽ ചെയ്തിട്ട് ചെറിയ വീടാ. ചെറിയ വീട്. ദൈവം മാനിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാനിക്കണം. പൊളിച്ചില്ലല്ലോ, ഏതായാലും ഭംഗിയായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. കർത്താവേ, ഞാൻ ഈ വീട് കണ്ടു. ഈ വീടിനെ അനുഗ്രഹിക്കുമാറാകണം. എന്തോ അവിടെ ഏട്ടനും ഭാര്യ, ഒരു സഹോദരനുണ്ടല്ലോ അച്ഛനല്ലേ, ഏട്ടൻ ഭാര്യയോടെ താമസിക്കുന്നത്. ഈ എല്ലാ വീടുകളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിച്ചേക്കാം. അതല്ലേ കർത്താവ്, ഈ വീട് എല്ലാവരും. നമ്മുടെ ഈ ഗ്രില്ലിട്ട വീടാണോ ഫ്രണ്ടിൽ ഗ്രില്ലുള്ളത്? അതാണോ ഏട്ടൻ്റെ വീട്? നമ്മുടെ വീട് മറ്റേ ഗ്രില്ല് തന്നെ, മറ്റേ ഹാൻഡ് റെയിൽ പോലെ. ഹാൻഡ് റെയിൽ പോലെ അതിട്ടിരിക്കുന്നത് നമ്മുടെ വീടല്ലേ, ഹാൻഡ് റെയിൽ പോലെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഡൺ. കർത്താവ് ഇത് അനുഗ്രഹിക്കുമാറാകണം. ഇതിൻ്റെ അകത്ത് വലിയ നന്മകൾ വന്ന് 2 വിഷയമുണ്ട്. പേഴ്സണലി അങ്ങ് പറയാം. ഞാനത് പറയുന്നില്ല വിഷയം ഇതിൻ്റെ അകത്തൂടെ. പക്ഷേ അത് പറയുന്നില്ല. പക്ഷെ അത് അറിയാമല്ലോ, ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ആ വിഷയത്തിന് മേൽ ഒരു ജനനം നടക്കും. ഒരു ജനനം നടക്കും. ആ വിഷയത്തിൻ്റെ മേൽ ഒരു ജനനം നടക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഒരു ജനനം നടക്കും. അപ്പോൾ ആ വിഷയം ഞാൻ പറയുന്നില്ല. അത് ഇതിൻ്റെ അകത്തൂടെ പറയാൻ പറ്റുന്ന കാര്യം എല്ലാത്തോട്ട് പറയുന്നില്ല. പക്ഷെ ഒരു ജനനം നടക്കും. 1. 2, ഈ കല്യാണം പോലെ ആഘോഷങ്ങളുമായിട്ട് വച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ വീട് അലങ്കരിച്ച് കിടക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. അലങ്കരിച്ചിട്ടിരിക്കുന്നത് ഈ ദിവസം, ഈ ഓഗസ്റ്റ് മാസം ഒരു വിടുതലിന്റെ മാസമായി മാറുന്ന കർത്താവ് പറയുമ്പോൾ 1, 2, 3 വിഷയത്തിന് മേൽ കർത്താവ് വിടുവിച്ചെടുക്കുമെന്ന് എന്നോട് പറയുന്നു ശക്തമായ രീതിയിൽ. അച്ഛാ, എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങളെ തളർത്തിക്കളയാൻ പിശാച് പദ്ധതി ഇട്ടതാ. ഈ തളർന്ന് ഈ കട്ടിലേന്ന് എഴുന്നേക്കാതെ ഒരു പദ്ധതി നിങ്ങളുടെ മേൽ വീണതാ. ആണോ? സുഖമില്ലാതെ വല്ലാത്തൊരു ഇതിൽ കടന്നു പോയി. പാർക്കിൻസൺസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഏകദേശം അതുപോലെ വരുന്നൊരു അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നു. പാർക്കിൻസൺസ് അല്ല, പക്ഷെ ആ രീതിയിൽ ഭാരമെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വല്ലാത്ത കൈയൊക്കെ ഇങ്ങനെ ഒരു ബലമില്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേലൊരു വിടുതൽ നടക്കട്ടെ. ഈ നിമിഷം മുതൽ ഹാർട്ടിൻ്റെ മേൽ ഒരു വിടുതൽ നടക്കട്ടെ. പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നു. ഈ അഷീനായുടെ മേൽ ഒരു വിടുതൽ നടക്കും. കർത്താവ് എന്നെ കാണിക്കുന്നു. അഷീനായുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിടുതൽ ആരംഭിക്കാൻ പോവാം മാമ. അവിടെ മേലൊരു നടക്കും. വീണ്ടും കർത്താവ് എന്നെ കാണിക്കുന്നു, മകനുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിടുതൽ ആരംഭിക്കും. നിങ്ങൾ ഈ ശുശ്രൂഷ വല്ലതും ചെയ്യുന്നയാളാണോ? നന്നായിട്ട് ചെയ്തിരുന്നു. പാസ്റ്ററായിരുന്നോ?
ഇപ്പോഴും? അയ്യോ സോറി, ഫ്രണ്ടിലോട്ട് നിൽക്കുക, ഞാൻ അറിഞ്ഞില്ല, സോറി. അയ്യോ എൻ്റെ മാമയെ അയ്യോ ഞാൻ കണ്ടൊരു വലിയ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നത് വർഷമായി. ചെയ്തിരുന്നു. കാരണം എൻ്റെ മുന്നേ നിൽക്കുന്നയാൾ ഒരു പ്രോഫറ്റാ, ഒരു പ്രവാചകനാ. കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കിടക്കുക, തെളിഞ്ഞു വരുന്നില്ല, ഉദ്ദേശിക്കുന്നിടത്തോട്ട് എത്തുന്നില്ല. വിശ്വസിക്കുന്നു ഇന്നൊരു സംഭവം നടക്കുമെന്ന്? തീർച്ചയായിട്ടും. ഉറപ്പാണ്. ഒരു പ്രൊഫറ്റിക് മാൻഡിൽ ഇന്ന് ഓപ്പറേറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. 100% വിശ്വസിക്കുന്നു. ചുമ്മാ ഉള്ള മാൻഡിലല്ല. പ്രൊഫറ്റിക് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് കൂടെ നടക്കുന്ന ഒരു സംഭവം. 3 കാര്യം ഒരുമിച്ച് നടക്കും. കൈവെക്കാൻ ഞാൻ യോഗ്യനല്ല, ഇല്ല, ഞാനെങ്ങനെ വെക്കുക? എൻ്റെ അമ്മാവൻ, ഞാൻ അതിനേക്കാളും അച്ഛൻ്റെ അത്ര സീനിയർ എനിക്കല്ല, ഞാൻ വളരെ ജൂനിയറാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ അത് എനിക്ക് ഞങ്ങൾ പാസ്റ്റർ അടുത്ത് വന്നത് ഞങ്ങൾ ഒരു താഴ്മയായിട്ട് ഇരുന്ന് ധർമ്മസങ്കടത്തിലാക്കല്ലേ. ഞാൻ അത്രയ്ക്കുള്ള യോഗ്യതയൊന്നും മഠത്തിൽ പരേതനായ MC ജോസിനും ആഞ്ചിനോസിനില്ല. പക്ഷെ ഇന്നൊരു മാൻഡിൽ വീഴും. 4 വർഷമായിട്ട് ഓപ്പറേറ്റ് ആകാതെ കിടക്കുന്ന ആ കൃപാവരം ഇന്ന് ഓപ്പറേറ്റ് ആകും. എന്നെ കർത്താവ് കാണിക്കുന്നു വചനത്തിന്റെ അസാധാരണ റെവലേഷനുമായി കയറി നിന്നെടുത്തൊരു പകർച്ച നടന്നെടുത്ത് എവിടെയോ അടഞ്ഞു. പക്ഷെ ഇന്ന് തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ഇൻഡിപെൻഡന്റ് ചർച്ചിലാണോ പോകുന്നത്? ആണല്ലോ. നിങ്ങളുടെ ചർച്ച തന്നെയാണ് ഇൻഡിപെൻഡന്റ് ചർച്ച. കൈയൊന്ന് കാണിച്ചോ, 2 കൈയും കാണിച്ചോ. പ്രൊഫറ്റിക്കൽ ആക്ഷനാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നയാളാണ്. വിശ്വാസത്തിൻ്റെ ഏത് പ്രവൃത്തിയും ഞാൻ ഏറ്റെടുക്കുന്നയാളാണ്. എനിക്കങ്ങനൊരു സ്വീകരിക്കുന്നയാളാണെങ്കിൽ നിങ്ങളുടെ സഭക്കകത്തുനിന്ന് പിരിഞ്ഞു പോയ കുറെ പേരുണ്ട്. ഒരു കാരണവുമില്ലാതെ എടുക്കാമെങ്കിലും ഇപ്പോഴത്തെ മൊത്തത്തോടൊരു കണക്കെടുക്കാമെങ്കിൽ ഒരു 50 കുടുംബം പോയി എഴുതിയിട്ടോ. ഇത് ഈ പ്രാർത്ഥന നിങ്ങളുടെ വീടിനോട് ചേർന്നാണോ നടക്കുന്നത്? അല്ലല്ലോ, അതൊരു 10-15 മിനിറ്റ് യാത്രയുള്ളൂ. ഞങ്ങള് വാടക എടുത്തിരിക്കുന്നത്. ഇത് ഒരു കെട്ടിടം എടുത്തല്ലേ? വെള്ളത്തെ നിലയിലോ? അല്ലല്ലോ, മേളത്തെ നിലയിലല്ലേ? അച്ഛാ, ഒരു ബോർഡ് കാണുന്നതുകൊണ്ട് ചോദിച്ചതാ. ജീസസ് എന്നൊക്കെ എഴുതിയൊരു ബോർഡ് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ ആളവിടെ കയറട്ടെ. ആളുകൾ തിങ്ങിക്കയറട്ടെ. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിങ്ങിക്കയറട്ടെ. ഒരു പകർച്ച നടക്കട്ടെ. കൃപാവര ശുശ്രൂഷയുടെ പകർച്ച നടക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കത്തി ജ്വലിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന കൃപാവരം ജ്വലിക്കുന്നു. ഒരു പകർച്ച നടക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കൃപാവരത്തെ റിലീസ് ചെയ്യുന്നു. ഇന്നു മുതൽ ഒരു പ്രവാചകിയായി, ഒരു അസാധാരണ പ്രവാചകിയായി എന്നെ കർത്താവ് കാണിക്കുന്നു. വലിയ വെളിപ്പാടുകളൊക്കെ കാണിക്കുന്ന ഒരു കാഴ്ച. അത് റിലീസ് ആകട്ടെ. ഇന്നു മുതൽ നിങ്ങൾ കേറി നിൽക്കുമ്പോ I'm a son of prophet Hubert Angel. എനിക്ക് പകരാൻ കഴിയും.
എനിക്ക് പകരാൻ കഴിയും. ആരുടെ മേലും പകരാൻ കഴിയും. ഇന്ന് മുതൽ ഈ എഴുതി കുറിച്ചിട്ടോ, കയറി നിൽക്കുമ്പോ ദേശാധിപതി ശക്തി മുട്ടുമടക്കും നിങ്ങളുടെ മുന്നിൽ. പുതിയ ഫാമിലി വന്ന് കേറും. ഈ വർഷം കണ്ടോ 1, 2, 3, 4, 5ഓളം പുതിയ ഫാമിലികൾ കുടുംബത്തോടെ വന്ന് കേറും. ഇതിന്റെ അകത്ത് ഇവിടെ വന്ന് കേറും. നിങ്ങളുടെ ചർച്ചിൽ ഒരു മൂവ്മെന്റ് ആയി തീരും. ഇത് ഈ പ്രായത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അസാധാരണമായ മിനിസ്ട്രി ചെയ്യാൻ കഴിയും. പ്രവചിക്കുമ്പോ കൺഫ്യൂഷൻ വേണ്ട. എന്തോ വേണ്ട? കൺഫ്യൂഷൻ വേണ്ട. കൺഫ്യൂഷനാ. കൺഫ്യൂഷനാ. ഞാൻ പറയുന്നത് ശരിയാണോ? ഒരു ഭയം. പൊതുവെ പറയാൻ നിൽക്കാറില്ല. ആണ്ടതാ കുഴപ്പം. എന്തോ ചെയ്യുവാ? വചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ ഡെലിവറൻസ് ഉണ്ട് പാസ്റ്ററെ. പക്ഷെ അങ്ങനല്ല, പ്രവചിച്ചോ. വർഷിപ്പ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. വർഷിപ്പിന് വേറെ ആളിനെ, പിള്ളേരെ വല്ലതും വെക്കുക. അതുകൊണ്ട് അവനെ പോലുള്ളവരൊക്കെ കിട്ടും. അത് വരും. ഒരു കുഴപ്പമില്ല. ഒരു പുതിയ ആളിനെ വെക്കണം. കീബോർഡ്, വർഷിപ്പിന് വേറെ ആളിനെ വെക്കണം. കീബോർഡിന് വേറെ ആളിനെ വെക്കണം. ഒരു കുഴപ്പമില്ല. എന്നാൽ വർഷിപ്പിന് മാത്രം എന്തോ ചെയ്താൽ മതി. ആളിനെ വെക്കുക. അച്ചാനങ്ങ് സംഭവിക്കുക. സങ്കീർത്തനമായ പരിപാടിയൊക്കെ നിർത്തിക്കോണം. നന്നായി അപ്പോൾ സംഗതി കൊണ്ട് ചെയ്യുക. ദൂത് വരുമ്പോൾ ശരിയാണോ എന്ന് സംശയിക്കണ്ട. ഒരു കുഞ്ഞും ഒറ്റയടിക്ക് നടന്ന ചരിത്രമില്ല. പിച്ച വെച്ച് അങ്ങനെ നടക്കത്തുള്ളൂ. അപ്പൊ ചോദിക്കും, ജിനോപാസ് പതിയെ നടക്കുന്നേ ഉള്ളൂ. ഒന്നുമായില്ല. ഇനി പറയാനിരിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ നമ്പർ വരെ പറയുന്ന പരിപാടിയാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ മുതലുള്ള 3 ദിവസം എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തിനായിരിക്കുന്നെന്ന് ചോദിച്ചാൽ ഫ്ലൈറ്റ് നമ്പർ പറയണം, ബസ് നമ്പർ പറയണം, കിലോമീറ്റർ സൈസ് പറയണം, തലയിലെ തലമുടി പോലും പറയുന്ന രീതി. ആ ഷാർപ്പാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സംഭവിക്കും. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ഏറ്റെടുക്കും. ഞാൻ അത്ര ഷാർപ്പാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് എൻ്റെ നേരെ പ്രതികൂലം വന്നത്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. പിശാചേ, നീ എന്നെ ഒതുക്കാൻ നോക്കുന്ന ഞാൻ സമ്മതിച്ചു തരുന്നില്ല. കാര്യം എന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിന്നെ ഞാൻ ഷാർപ്പ് ഷൂട്ട് ആക്കുമെന്ന് പറഞ്ഞു. അതിന് ഞാൻ എന്തോ ചെയ്യുക? ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. താനിരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ എൻ്റെ ചിന്ത മുഴുവൻ അടുത്തൊരു ഘട്ടം കയറുക എന്നുള്ളതാ. അതുകൊണ്ട് അച്ഛാ, ദൂത് വരുമ്പോ പറയുക, പേര് വരുമ്പോ വിളിക്കുക, ബാക്കി കർത്താവ് ചെയ്തു. എത്രയോ തെറ്റെനിക്ക് പറ്റി, എത്രയോ തെറ്റ് ഞാൻ പേര് വിളിച്ചതിൻ്റെ അകത്ത് സംഭവിച്ചു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ പോലെ അനീഷ എന്നോ അഷീന, എൻ്റെ മുന്നിൽ ആശ എന്നൊക്കെയാ വന്നത്. പക്ഷെ ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ആക്കിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിനെ. അപ്പൊ ഞാൻ എന്തോ ചെയ്യും? അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ചോദിക്കും, അങ്ങനല്ല, നടക്കുമ്പോഴും ഇഴിക്കുമ്പോഴെല്ലാം അങ്ങ് പ്രാർത്ഥിച്ചോണം. അന്യഭാഷ അകത്തോട് ആറഭാഷകനാ മനയാ വരട്ടെ. ഇതിച്ചൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രോഫറ്റ് എസക്കേൽ അണ്ണൻ്റെ അവിടെ ചെല്ലുക. കൊടുക്കുക. എത്ര ദിവസം? ഞാൻ 10 days 2 പ്രാവശ്യം പോയിട്ടുണ്ട്, 7 days പോയിട്ടുണ്ട്, 3 days പോയിട്ടുണ്ട്. ഞാൻ 90 days വിദ്യാർത്ഥി അവിടുത്തെ 2017 ബാച്ച്. ആ ജോലി ഉള്ളത് കൊണ്ട് 90 days പോകാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ അവിടെ അല്ല പോകുന്നത്. ഈ വർഷം പോയി, കഴിഞ്ഞ വർഷം പോയി, അടുത്ത വർഷം പോവും. ഇപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുന്ന പ്രോഫറ്റ് യൂബർട്ട് ഏഞ്ചലിൻ്റെ അടുക്കലാണ്. പ്രൊഫറ്റിക് റിട്രീറ്റ് ആണ്. അവിടെയാണ് പോകുന്നത്. സിംബാവയ്ക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ്. ഇവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കും. പുള്ളി ഈ പ്രാവശ്യം വന്നപ്പോൾ എന്നെ തൊട്ടിട്ട് പറഞ്ഞു, പ്രോഫറ്റ് ഓഫ് ഗോഡ്. ഞാൻ മിണ്ടിയില്ല, ഞാനങ്ങാതിരുന്നു. ഐ നോ എവരിത്തിങ് എന്ന് പറഞ്ഞു. അപ്പം ഈ തവണ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഓരോ ദിവസവും എന്തുവാ പഠിച്ച് കയറുക.
അതുകൊണ്ട് ഇക്കാര്യം ഓർമ്മയില് വിളിക്കുക, ആള് കയറും. നിങ്ങളുടെ സഭയിൽ ആള് തിങ്ങിക്കയറും. ഞാൻ ഗ്യാരണ്ടി, എന്റെ ദൈവം ഗ്യാരണ്ടി. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.